ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് നോക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ക്വസ്റ്റ്യൻ കൊണ്ടുവരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു 2 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, 2 ആൻസേഴ്സ് ടാരോന്ന് നോക്കും, ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സ് നോക്കും. ഓക്കെ, ലെറ്റ്സ് സി നിങ്ങൾക്ക് വരുന്ന. ഓക്കെ, ആദ്യം മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചിന്തിച്ചോളൂ, വേണമെങ്കിൽ പോസ് ചെയ്തോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ റെഡി ആക്കിക്കോളൂ. ആൻഡ് അതിന് നമുക്ക് ആൻസർ ആയിട്ട് ആദ്യം ടാരോ നോക്കാം. ലെറ്റ്സ് സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുള്ളതിന് വ്യൂവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ. യൂണിവേഴ്സ് എന്താ ആൻസർ തരുന്നത്? ജസ്റ്റിസ്, 9 of swords and 1 more card please. Okay, world card ending, very nice. ഓക്കെ, മെയിൻ കാര്യം ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ന്യായം ആഗ്രഹിക്കുന്ന പോലെയാണ്. സോ യെസ്, അത് നിങ്ങൾക്ക് വരും, ഡോണ്ട് വറി. ഓക്കെ, ന്യായം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. അതിപ്പോൾ അഗൈൻ നിങ്ങൾ കോർട്ടിലെ കേസ് കാര്യങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ യെസ്, തീർച്ചയായിട്ടും യെസ്, അത് നിങ്ങൾ ജയിക്കും. എവിടെയെങ്കിലും അന്യായമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും. നിങ്ങളുടെ പക്ഷത്തേക്ക് ഒരു ജയം വരുന്ന പോലെയാണ്. ആരോടെങ്കിലും തർക്കമായിട്ടായാലും ശരി, ഓക്കെ, വീട്ടിൽ, ഫാമിലിയിൽ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഓഫീസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ന്യായമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വട്ട് എവർ ഇസ് ദെയർ, പ്രൊമോഷൻസ് കാര്യങ്ങൾ, ഓഫീസിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ, നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ നിങ്ങൾക്കൊരു ക്രെഡിറ്റ്, പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻ്റ് ആയാലും എന്ത് തന്നെ ആയാലും ഓക്കെ, അത് ന്യായമായത് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ വേറെ ഏത് സിറ്റുവേഷനാണ് പറയേണ്ടത്? അഗൈൻ പ്രത്യേകിച്ച് കേസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ യെസ്, തീർച്ചയായിട്ടും യെസ് ആണ്, നിങ്ങൾ വിൻ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങളുടെ ഭാഗത്തായിരിക്കും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഓവർ സ്ട്രെസ് ചെയ്യേണ്ട, ഓവർ തിങ്കിങ് ചെയ്യേണ്ട. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് കൂട്ടി, നമ്മൾ പറയില്ലേ, ചിന്തിച്ച് കൂട്ടി നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന പോലെയാണ്. ശരിക്കും ഇല്ലാത്തത് പോലും ചിന്തിച്ച് കൂട്ടുന്ന പോലെയാണ്. സോ അത്രയൊന്നും ഇല്ല അവിടെ. യൂണിവേഴ്സ് പറയുന്നത് അത്രയ്ക്കൊന്നും സ്ട്രെസ് ചെയ്യാനൊന്നും ഇല്ല എന്നൊരു ഇതാണ് പറയുന്നത്. സിമ്പിളാണ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നടക്കും. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് അവിടെ ഒരു നിങ്ങളായിട്ട് സ്ട്രെസ് നിങ്ങളുടെ കൂട്ടണ്ട എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ വേൾഡ് കാണുന്നുണ്ട്, കംപ്ലീഷൻ കാണുന്നുണ്ട്. സോ യെസ്, ഒന്ന് ഇവിടെ നിങ്ങളുടെ സ്ട്രെസ് അവസാനിക്കും എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഒരു സക്സസ് വരും എന്ന രീതിക്ക് കൂടി നമുക്ക് പറയാം. ഓക്കെ, കംപ്ലീഷൻ എന്ന രീതിയിലാണ്, ചില കാര്യങ്ങൾ എൻഡ് ആവുന്ന രീതിയിലാണ്. എൻഡ് എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നു എന്ന രീതിക്ക് എടുക്കണ്ട. ഐ തിങ്ക് ഇവിടെ ലൈക്ക് ന്യായമായ ഒരു അവസാനമാണ്, ന്യായമായ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നു എന്ന രീതിക്കാണ്. ഒരു കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക്, ഓക്കെ, ആ വർക്കിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ സക്സസ് നിങ്ങൾക്ക് വരും, അങ്ങനെയാവാം. വേറെ ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവലിൻ്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. സോ എന്തെങ്കിലും യാത്രകളുടെ കാര്യം നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, അതും പോസിബിൾ ആണ് എന്ന രീതിക്കാണ്. സോ പേപ്പർ വർക്ക് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വരും. ഇവിടെ എല്ലാത്തിനും നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാക്കണ്ട. ഓക്കെ, സോ ബി സ്ട്രോങ്. ഓക്കെ, ബി കോൺഫിഡൻറ്റ്, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ നടക്കും, നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, വട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, നിങ്ങളപ്പോൾ ഓവർ തിങ്കിങ് ചെയ്ത് നെഗറ്റീവ് ഉണ്ടാക്കണ്ട. ഓക്കെ, സോ നമുക്കിവിടെ ഈ ബുക്ക് ഓഫ് ആൻസേഴ്സിന് ഞാൻ നിങ്ങൾക്ക് ആൻസർ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ മനസ്സിലെ, വ്യൂവേഴ്സിൻ്റെ മനസ്സിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, the palm reader observes a square palm and fingers. Pay attention to the details. ഓക്കെ, നിങ്ങളോട് ഒരു കാര്യം മാത്രം യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എന്തെങ്കിലും നിങ്ങൾ പേപ്പർ വർക്ക് എന്തെങ്കിലും സൈൻ ചെയ്യുന്നു, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും കോൺട്രാക്ട്, പേപ്പർ വർക്ക് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, സൂക്ഷിക്കുക, എല്ലാ കാര്യങ്ങളും നല്ലോണം നോക്കി ഹാൻഡിൽ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ അഗൈൻ ലീഗൽ വർക്ക് ആണെങ്കിലും ശരി, അല്ല നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, എന്തെങ്കിലും സൈൻ ചെയ്യാൻ നിൽക്കുന്നു, എന്തെങ്കിലും യാത്രയുടെ കാര്യങ്ങൾ, പേപ്പർ വർക്ക് എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഈ സ്ട്രെസ്സിൽ നിങ്ങൾ അതൊക്കെ തെറ്റിക്കും. ഓക്കെ, സോ ബി കെയർഫുൾ. ഓക്കെ, നിങ്ങൾ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ പേപ്പറും ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഉണ്ടോ, ആൻഡ് അതുപോലെ എല്ലാ ഡീറ്റെയിൽസ് വായിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കോൺട്രാക്ട് ഒക്കെ നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ വായിക്കുക, നല്ലോണം വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ആക്ച്വലി ഇത് ക്വീൻ ഓഫ് സോർട്സ് നമ്മൾ സൈനിങ് എന്ന രീതിക്ക് എടുക്കാൻ പറ്റും. സോ എന്തെങ്കിലും നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കൂ. ഓക്കെ, ജസ്റ്റ് കെയർഫുൾ ആയിട്ടിരിക്കാൻ മാത്രം പറയുന്നുണ്ട്. പേ അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. സോ എല്ലാ ഡീറ്റെയിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. ഓക്കെ, വൺ മോർ.
ക്വീൻ ഓഫ് ഹാർട്ട്സ് urges you to follow your heart instead of what others say. നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഓരോരുത്തർ ഓരോ ഒപ്പീനിയൻ പറയുന്നുണ്ടാവും, ഓരോരുത്തർ ഓരോ അഭിപ്രായം ഉണ്ടാവും. അപ്പം നിങ്ങൾ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് എന്താണ് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അതുപോലെ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് അതിന് യൂണിവേഴ്സ് നിങ്ങളോട് ഉണ്ടാവും, ന്യായം നിങ്ങൾക്ക് തന്നെയാണ് നടക്കാൻ പോകുന്നത്. സോ വട്ട് എവർ യു വാണ്ട് അത് കിട്ടും നിങ്ങൾക്ക്. നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ യുനോ ആഗ്രഹങ്ങൾ പോലെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് അത് നോക്കി നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഇവിടെ ക്വീൻ ഓഫ് സോർട്സ് ആണ് ചെയ്യുന്നത്, ബട്ട് വന്നത് ക്വീൻ ഓഫ് ഹാർട്ട്സ് ആണ്. സോ ഒരുപാട് പ്രാക്ടിക്കൽ ആവേണ്ട, കുറച്ച് നിങ്ങളുടെ ഇമോഷൻസ് യൂസ് ചെയ്ത് ചെയ്യുമെന്നായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ വാക്കൊന്നും നിങ്ങൾ കേൾക്കണ്ട എന്നാണ്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദേ ഇവിടെ ഒരാൾ വരുന്നുണ്ട്. സെറ്റ് സെറ്റ് ജസ്റ്റ് ഓക്കെ, ഒരാൾ വന്ന് ഇവിടെ നോക്കിയിട്ട് പോയി, ഇവിടെ എന്താ നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഓക്കെ ലെറ്റ്സ് സീ നിങ്ങൾ വ്യൂവേഴ്സിന് എന്താ ആൻസർ വരുന്നത് നോക്കാം. 9 of Wands, Wheel of Fortune and 4 of Pentacles, Death card. ഒരു എൻഡിങ് ആണല്ലോ ഇത്. സിറ്റുവേഷൻ എന്തായിരിക്കും ആലോചിക്കാൻ ശ്രമിക്കുക ഞാൻ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എൻഡിങ് വന്ന് കാണാം. ഓക്കെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡിങ് ആയി കാണാം. അതിനുശേഷം അല്ലെങ്കിൽ ഇവിടെ അതൊരു മാറ്റത്തിൻ്റെ സമയമാണ്. ഓക്കെ, ഡെത്തും ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെ ഉണ്ട്. സോ ഇവിടെ ഒരു പീരിയഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു പീരിയഡ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എൻഡ് ആവുന്ന ഒരു സമയമാണിത്. ഒരു കാർമിക് പീരീഡിൻ്റെ ആയിരിക്കാം, ഒരു കാർമിക് സിറ്റുവേഷൻസ് എൻഡ് ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. 4 of Swords ആൻഡ് ടവറും ഉണ്ട്. ഐ തിങ്ക് ഇത് ഓൾറെഡി കഴിഞ്ഞു, ഈ ഒരു സിറ്റുവേഷൻ ഓൾറെഡി കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ നിങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ എൻഡിങ്ങിന് ശേഷം, ഈ ഒരു ടവർ മൊമെൻറ്റിന് ശേഷം നിങ്ങളെ വല്ലാതെ പിടിച്ച് കുലുക്കി കാണും. ഓക്കെ, വല്ലാതെ നിങ്ങൾ ടെൻഷനായി കാണും, ദറ്റ് എന്താണ് സംഭവിച്ചത് എന്ന് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ എന്തെങ്കിലും എൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തകർച്ച എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഐ തിങ്ക് വല്ലാതെ നിങ്ങളെ ഹെൽത്ത് വരെ ചിലർക്ക് ബാധിച്ച് കാണാം, കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വല്ലാതെ ഡിപ്രഷനിൽ പോവുക, നിങ്ങൾ വല്ലാതെ ഒരു നെഗറ്റീവ് ഫേസിലേക്ക് പോവുക. നിങ്ങൾ ശരി ടോട്ടലി ബ്രേക്ക് എടുക്കുന്ന പോലെയാണ് കാണുന്നത്, എല്ലാത്തിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്നുണ്ടാവും, റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഈവൻ കുറച്ച് പേർക്ക് നമ്മൾ ഈവൻ ഹോസ്പിറ്റലൈസേഷനാണ് പറയാം. ആക്ച്വലി ഡെത്തും കാണുന്നുണ്ട്. ആ രീതിക്ക് എടുക്കരുത്, അങ്ങനെയല്ല. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ഹെൽത്ത് വരെ ബാധിച്ച, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഒരു എൻഡിങ് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച രീതിയിൽ നിങ്ങൾക്കൊരു എൻഡിങ് സംഭവിച്ചായിട്ട് കാണുന്നുണ്ട്. സോ ഇവിടെ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബൗണ്ടറി വെച്ച് നിൽക്കാനാണ് പറയുന്നത്. എന്ത് സിറ്റുവേഷൻ നിങ്ങളെല്ലാത്തിനും ഇനിയൊരു ബൗണ്ടറി വെക്കാൻ പഠിക്കുക. എനിക്ക് നിങ്ങൾ കുറച്ചൊന്ന് സ്വയം കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി ക്ലാരിഫിക്കേഷൻ വേണം ഇവിടെ. ഇത് കഴിഞ്ഞ സിറ്റുവേഷൻ ആണോ വരാൻ പോകുന്നതാണോ എന്ന്. വാട്ട് ഇസ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ എന്താ പറയുന്നത്? ലെറ്റ്സ് വൺ മോർ. ടോട്ടലി ഓക്കെ, ജസ്റ്റിസ് ഇവിടെയും വന്നു, ഫസ്റ്റിലും ഉണ്ടായിരുന്നു. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, ഓക്കെ, എന്ത് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയമാണിനി. ഓക്കെ, ഇവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്ന രീതിക്കാണ്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ അവസാനിച്ച് പോയിട്ടുണ്ട്. ആൻഡ് പോയത് അത് നല്ലതാണ്, ബിക്കോസ് അത് നിങ്ങൾക്ക് നല്ലതായിരുന്നു. നല്ലതാണ് ഇൻ ദ സെൻസ് ആ സിറ്റുവേഷൻ നല്ലതാണ്, അങ്ങനെ വിട്ടുപോയത് നല്ലതാണ്, ബിക്കോസ് അത് നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ന്യായം ചെയ്യാൻ തുടങ്ങുന്ന രീതിക്കാണ് കാണുന്നത്. എന്ത് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഓക്കെ, അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നാണ്. ഡെത്ത് നമുക്ക് എപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറയുക, ഒരു മാറ്റം, ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുക. ചിലത് അവസാനിച്ചു, ചിലത് പുതിയ തുടങ്ങുന്നു. ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ബ്ലോക്ക്, നിങ്ങളത് അവനവനെ തന്നെ നിങ്ങളൊരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 2-3 സിനാരിയോ ആണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് അതിൽ ഏതാ കൂടുതൽ കാണുന്നത് എന്നുള്ള രീതിക്ക് ചിന്തിക്കുകയാണ്. നിങ്ങൾ വല്ലാതെ ഡിപ്രഷൻ ഫേസ്, യെസ്, ഓ മൈ ഗോഡ്, ഓക്കെ, വാവ്. ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. എല്ലാ കാർഡ്സും നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു കാര്യം മാത്രം ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. എന്തൊക്കെ സിറ്റുവേഷൻ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിലും ശരി, എന്ത് എൻഡിങ് വന്നിട്ടുണ്ടെങ്കിലും ശരി, എന്ത് കാര്യം നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് പോകേണ്ടതായിരുന്നു
ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടേണ്ടതായിരുന്നു അത് നിങ്ങളിൽ നിന്ന് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറ്റിയതായിരിക്കാം. ബിക്കോസ് നിങ്ങളത് വിട്ട് കളയാൻ തയ്യാറായിരുന്നില്ല. ഓക്കെ, നിങ്ങളതിനെ പിടിച്ച് വെക്കാൻ ശ്രമിച്ചു കാണും. ബിക്കോസ് നിങ്ങളത്, കാരണം നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ, നമുക്ക് നല്ലതല്ലെങ്കിൽ പോലും നമ്മൾ എവിടെയോ അതിനെ നഷ്ടപ്പെടാൻ മടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പിടിച്ച് വെക്കാൻ ശ്രമിക്കും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് യൂണിവേഴ്സായിട്ട് ആക്ച്വലി എടുത്ത് മാറ്റും അങ്ങനെ നിങ്ങൾ പിടിച്ച് വെക്കുമ്പോൾ. ബിക്കോസ് നിങ്ങൾക്ക് ന്യായമായത് വേറെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേറെ ലൈഫിൽ വേറെ ബ്ലെസ്സിങ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോയതിനെ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. അത് പോയത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അത് തിരിച്ച് വരാനുള്ളതാണെങ്കിൽ പിന്നീട് വരട്ടെ, ശരിയായിട്ട് അത് നല്ല വേയിൽ അത് തിരിച്ച് വരട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോകാനുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് കരിയറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അഗെയിൻ കണ്ടോ, വാവ്, ലൈക്ക് ശരിക്കും നിങ്ങളെന്തോ നിങ്ങളുടെ ലൈഫ് എന്ന് വളരെ ലൈക്ക് നിങ്ങൾക്ക് പെയിൻഫുള്ളാണ്, പക്ഷേ നിങ്ങൾക്ക് വളരെയധികം അത് പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിട്ട് കളഞ്ഞാലും ശരി, വിട്ട് പോയതാണെങ്കിലും ശരി, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണെങ്കിലും ശരി, എവിടെയോ നിങ്ങൾക്കത് വളരെ പെയിൻഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളത് ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. ഇവിടെ കൺഫ്യൂഷൻ കാണുന്നുണ്ട്, സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് ആക്ഷനെ എടുക്കാൻ പറ്റാത്ത രീതിക്ക് നിങ്ങൾ ആകെ ഒരു ഫീലിംഗ്, നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീലിംഗ്, നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നില്ല. പല കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. സോ ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഒരു മെസ്സേജ് ഇതാണ്, ഇത് നിങ്ങൾക്ക് വേറെ ന്യായമായത് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പറ്റിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഇവിടെ നിങ്ങൾക്ക് കരിയറിലാണെങ്കിൽ കരിയറിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് വരും, ഫൈനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് വരും. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അത് യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരുന്നു. സറണ്ടർ ടു ദി യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേറെ ന്യായമായത്, നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. ഓക്കെ, സോ ഇവിടെ ലക്ക് നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഡോണ്ട് വറി. ഓക്കെ, പോയത് എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതിനെ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ, അതായത് നിങ്ങൾക്ക് നല്ലത് എന്ന രീതിക്ക് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ അതിൽ പ്രതീക്ഷ വെച്ച് നിൽക്കൊന്നും വേണ്ട. ഓക്കെ, പോയത് പൊക്കോട്ടെ. ഓക്കെ, നിങ്ങളോടും പറയുന്നത് മൂവ് ഓൺ ചെയ്യാൻ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് വരാനിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് വേറെ പലതും നിങ്ങൾക്ക് നല്ലത് എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഡോണ്ട് വറി. ഓക്കെ, ഡോണ്ട് വറി എന്ന് പറയാൻ എളുപ്പമാണ്, എനിക്കറിയാം. ഇവിടെ അത്രയും എനിക്ക് സാഡ്നെസ്, അത്രയും ആ സ്ട്രെസ്, ടെൻഷൻ, അത്രയും ആ ഒരു ഉള്ളിൽ ഡിപ്രഷൻ ഫീലിംഗ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇതിൽ പുറത്തു വരാൻ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇല്ല, എല്ലാം മാറി വരും. നിങ്ങൾക്ക് മനസ്സിലാവും വൈ യു ലോസ് സംതിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് എനിക്കത് നഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ. ചിലപ്പോൾ അത് വിട്ട് കളയാനുള്ളതായിരിക്കാം. നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ വിട്ട് കളയാനുണ്ട് എന്നൊരു സൈൻ ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ബുക്ക് എന്താ പറയുന്നത് നോക്കാം. The tea leaves have taken an oval shape. Success begins with positive thoughts എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, ഇവിടെ സക്സസ് തന്നെയാണ് കണ്ടത്. ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് ബിസിനസ്സിൽ സക്സസ്, അല്ലെങ്കിൽ കരിയറിൽ സക്സസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സക്സസ്, എന്ത് തന്നെയായാലും ഓക്കെ, ഇവിടെ നിങ്ങൾ അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ഇവിടെ കാണുന്നത്. അത് വരണമെങ്കിൽ ഓക്കെ നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് തിങ്കിങ് പോസിറ്റീവ്ലി എന്നാണ് പറയുന്നത്. ആൻഡ് വിട്ടുപോയത്, കഴിഞ്ഞു പോയത് ആ പീരീഡ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കാതെ അതെന്തോ എനിക്ക് അതിലും കൂടുതൽ നല്ല എന്തോ വരാനുണ്ട് എന്നൊരു പോസിറ്റീവ് ചിന്തകൾ വയ്ക്കാം. ഓക്കെ, one more page. 5 of clubs. Try it at least once എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാവൂ എന്നാണ് പറയുന്നത്. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും, ഞാൻ ചെയ്യണോ വേണ്ടേ എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ട് ഉണ്ടാവാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇനി മുന്നോട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് കിട്ടിയാൽ അത് ട്രൈ ചെയ്യൂ അറ്റ്ലീസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിവിടെ ആരോടെങ്കിലും കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യമൊക്കെ കാണുന്നുണ്ട്. സോ എന്തെങ്കിലും മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ട്രൈ ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടി എടുക്കാം നിങ്ങൾക്ക് വേണ്ടി. സോറി. The Jack of Hearts. Don't plan ahead. If it's meant to be, it will just happen. ഓക്കെ, നിങ്ങൾ പ്ലാനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ കൊണ്ടുവരും. ഇറ്റ് വിൽ ഹാപ്പൻ ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ അത് തിരിച്ചു വരാനുള്ളതാണെങ്കിലും ശരി, അത് തിരിച്ചു വരുന്ന കാര്യമായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടക്കാനുള്ളതായാലും എല്ലാം യൂണിവേഴ്സായിട്ട് ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, ഈ കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ, സോ നിങ്ങളൊന്നും നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയും. ഓക്കെ, അതായത് എന്താണോ മുമ്പിൽ വരുന്നത് അതിനെ ഗോ വിത്ത് ദ ഫ്ലോ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ്സ് മെന്റ് ടു ഹാപ്പൻ ഇറ്റ് വിൽ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് തിങ്കിങ്ങിലിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു. നന്ദി, നമസ്കാരം.